നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെസ്റ്റേൺ ഡിഷാണ്. സ്നാക്സ് ഐറ്റം എഗ്ഗ് ക്രോക്കറ്റ്. ക്രോക്കറ്റ് ഐറ്റംസ് മുട്ട, പൊട്ടറ്റോ, ചിക്കൻ, ബീഫ് എന്നിവ എല്ലാം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് മുട്ടയിലാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് എഗ് ക്രോക്കറ്റ് ഉണ്ടാക്കാനുള്ള മിക്സിങ് ഇന്ന് റെഡിയാകണം. അതിന് നമ്മൾ പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് നല്ലപോലെ പൊടിച്ചെടുക്കണം. പുഴുങ്ങി പൊടിച്ച മുട്ട 4 ചെറുതായിട്ടരിഞ്ഞ സവോള അരക്കപ്പ്, ചില്ലി ഫ്ലെക്സ് 1 ടേബിൾ സ്പൂണ്, ചാറ്റ് മസാല 1/2 ടേബിൾ സ്പൂണ്, മല്ലിയില 1 ടേബിൾ സ്പൂൺ, 4 പീസ് ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോകണം. നല്ലതുപോലെ പിഴിഞ്ഞ് നമ്മുടെ മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മളൊരു ട്രേ എടുത്ത് അതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇടുക. അതിൽ നമ്മൾ നമ്മുടെ മിക്സിങ് ഓരോന്നും ബോളാക്കി എടുക്കുക. നമ്മുടെ ബോളെല്ലാം പിടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോക്കറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കട്ടിംഗ് ബോർഡിൽ കുറച്ച് മൈദ വിതറി കൊടുക്കുക. മൈദയിൽ നമ്മൾ ഓരോ ബോളും വെച്ച് ഉരുട്ടി ക്രോക്കറ്റ് ഷേപ്പാക്കി എടുക്കണം. ഇതാണ് ക്രോക്കറ്റ് ഷേപ്പ്. ഈ ഷേപ്പിൽ നമ്മൾ നമ്മുടെ ബോളെല്ലാം റോൾ ചെയ്തെടുക്കണം. ഇതാണ്. ഇപ്പം നമ്മുടെ ക്രോക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഒരു മുട്ട ഒരു ബോളിൽ പൊട്ടിച്ചൊഴിക്കുക. അതിൽ 2 സ്പൂണ് കോൺഫ്ലവർ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു ട്രേയിൽ ബ്രെഡിൻ്റെ പൊടി ഓരോ പീസ് ക്രോക്കറ്റ് എടുത്ത് നമ്മുടെ മുട്ട മിക്സിൽ മുക്കി നല്ലപോലെ എല്ലാ ഭാഗത്തും മുട്ട പെരളണം. എടുത്ത് നമ്മുടെ ബ്രെഡ് ക്രം പൊടിക്കകത്ത് ഇടുക. ഇപ്പം നമ്മുടെ ക്രോക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ക്രോക്കറ്റ് എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്യത്തക്ക രീതിയിൽ ആക്കിയെടുത്തു. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പാത്രം വെച്ചു. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്രോക്കറ്റ് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ച് വിട്ട് എല്ലാ വശവും ബ്രൗൺ ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ക്രോക്കറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ എഗ്ഗ് ക്രോക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ക്രോക്കറ്റ് ഐറ്റംസ് എല്ലാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുമല്ലോ. മറ്റൊരു വിഭവമായി
നമുക്ക് വീണ്ടും കാണാം. ബൈ.